കുവൈറ്റ് രാജ്യാന്തര വ്യോമപാത തുറക്കുന്നതിന് പിന്നാലെ വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് കുവൈറ്റ് എയർവേസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വിദേശ വിമാന സർവീസുകൾ കൂടി പുനരാരംഭിക്കുകയാണ്. കേരളത്തിലെ കൊച്ചിയും തിരുവനന്തപുരവും അടക്കം 17 പ്രധാന നഗരങ്ങളിലും സർവീസുകൾ ഇനിയുണ്ടാകും. അറബ് വിദേശ എയർലൈൻ സർവീസുകൾ ജൂൺ 1 മുതൽ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുമെന്നാണ് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ഷെയ്ഖ് ഹമൂദ് മുബാറക് അൽ സബ അറിയിച്ചിരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് ഫെബ്രുവരി 28 മുതലാണ് കുവൈറ്റ് വ്യോമപാത അടയ്ക്കുകയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തത്. നിലവിൽ ഉയർന്ന നിലവാരത്തിലുള്ള സുരക്ഷയും സുരക്ഷിതത്വ മാനദണ്ഡങ്ങൾ പാലിച്ചുമായിരിക്കും വിമാന സർവീസുകൾ പുനരാരംഭിക്കുക എന്നാണ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചിരിക്കുന്നത്. ഓപ്പറേഷണൽ സൗകര്യങ്ങളിലെ അറ്റകുറ്റപ്പണികളും വികസന പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് വിമാനത്താവളത്തിലെ സംവിധാനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ സജ്ജീകരണം ഉയർത്തിയ ശേഷമായിരിക്കും ഈ സർവീസുകൾ പുനരാരംഭിക്കുക. യാത്രക്കാരുടെ സുരക്ഷയും എയർ ട്രാഫിക്കിന്റെ സുഗമമായ പ്രവർത്തനവും ഉറപ്പാക്കുന്ന രീതിയിൽ സർവീസുകൾ പുനരാരംഭിക്കും. ടെർമിനൽ 1-ൽ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുന്നതിൽ സിവിൽ ഏവിയേഷൻ വകുപ്പ് പ്രതിബദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇറാന്റെ ആക്രമണങ്ങൾക്ക് പിന്നാലെ വിമാനത്താവളത്തിൽ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബ വിമാനത്താവളം സന്ദർശിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സർക്കാർ ഏജൻസികൾക്കും ആഭ്യന്തര മന്ത്രാലയത്തിനും കസ്റ്റംസ് വിഭാഗത്തിനും സിവിൽ ഏവിയേഷൻ ജീവനക്കാർക്കും അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടുകൾ അനുസരിച്ച് നിലവിൽ കൊച്ചി, തിരുവനന്തപുരം, മുംബൈ, ചെന്നൈ, ഡൽഹി, ലണ്ടൻ, റിയാദ്, മനില എന്നിവിടങ്ങളിലേക്ക് ആഴ്ചയിൽ 3 സർവീസുകൾ, കൊയ്റയിലേക്ക് ദിവസേനയും ജിദ്ദ, ധാക്ക എന്നിവിടങ്ങളിലേക്ക് ആഴ്ചയിൽ 4 വീതം സർവീസുകൾ നടത്തും. ബെയ്റൂട്ട്, ദമാസ്കസ്, ലാഹോർ എന്നിവിടങ്ങളിലേക്കും സർവീസ് ഉണ്ടാകും. യാത്രക്കാർക്ക് മികച്ച സേവനവും സുരക്ഷയും ഉറപ്പാക്കുമെന്നും കുവൈറ്റ് എയർവേസ് സിഇഒ അൽ ഷാത്തിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.